മരുഭൂമിയിൽ വർണ്ണപ്പൂക്കൾ വിടരുന്ന ലോകമാണ് ഗൾഫ് ലോകം. ഇവിടെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു പ്രദർശനം നടന്നു. പ്രദർശനത്തിൻ്റെ പേര് ഇൻ്റർനാഷണൽ പെരിഷബിൾ എക്സ്പോ. കൃഷിയും പൂക്കളും പൂന്തോട്ടവും ഒക്കെയായിരുന്നു ഇവിടുത്തെ വിഷയം. ഇന്ത്യയിൽ നിന്നും കൊയർഫെഡ് അടക്കമുള്ള ആളുകളാണ് ഈ പ്രദർശനത്തിൽ പങ്കെടുക്കാനെത്തിയത്. ഇവിടെയുള്ള പൂക്കളുടെ വലിയ ലോകത്തേക്കാണ് അറേബ്യൻ സ്റ്റോറീസ് ഇനി പോകുന്നത്. പൂക്കളും പൂന്തോട്ടങ്ങളും പച്ചക്കറികളും നിറഞ്ഞ കാർഷിക പ്രദർശന മേളയാണ് ദുബായ് എക്സ്പോ സെന്ററിൽ നടന്നത്. 8ാം തവണയാണ് ഇന്റർനാഷണൽ പെരിഷബിൾ എക്സ്പോ എന്ന പേരിൽ ഇത്തരമൊരു പ്രദർശന വിൽപ്പനമേള നടക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കർഷകരും കയറ്റുമതിക്കാരും കമ്പനി പ്രതിനിധികളും ദുബായിലെ കാർഷിക മേളയിൽ പങ്കെടുക്കാനെത്തി. ഇന്ത്യയിൽ നിന്നും കയർ ബോർഡിന്റെ ആഭിമുഖ്യത്തിലുള്ള സംഘം പൂന്തോട്ടങ്ങളുമായി ബന്ധപ്പെട്ട ചകിരിയിൽ നിർമ്മിച്ച ചെടിച്ചട്ടികൾ മുതൽ വളമായി ഉപയോഗിക്കുന്ന ചകിരിച്ചോർ വരെ പ്രദർശിപ്പിച്ചു. ഈ IPM-ൽ സാധാരണ നമ്മൾ കൊയർ ഗുഡ്സ് അല്ല ഉദ്ദേശിക്കുന്നത്. ഇതുപോലുള്ള കൊയർ ബാസ്ക്കറ്റ്, കൊയർ ഇതുണ്ട്. അതുപോലെ കയർ പിത്ത് മനുവറുണ്ട്, കയർ പിത്ത് ബ്ലോക്സ്, ഇതുപോലുള്ള കയർ പിത്ത് ബ്ലോക്സ്. ഇതൊക്കെ ഈ അഗ്രി കണക്റ്റഡ് ആണുള്ള പ്രൊഡക്ട്സുകളാണ്. അതാണ് ഈ IPM-ൽ മാർക്കറ്റ് ചെയ്യുന്നത്. അസോച്ചം തേങ്ങ മുതലുള്ള പച്ചക്കറികളാണ് ഇന്ത്യയിൽ നിന്നും പരിചയപ്പെടുത്തിയത്. തായ്വാൻ, തായ്ലൻഡ്, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ആരുടെയും കണ്ണും മനവും നിറയ്ക്കുന്ന പുഷ്പങ്ങളുടെ വലിയ നിരയുമായി സന്ദർശകരെ വരവേറ്റു. അലങ്കാരത്തിനു വേണ്ടിയുള്ള പൂക്കളുടെ വലിയ ശേഖരം തന്നെയാണ് ഇത്തരം ആളുകൾ എത്തിച്ചത്. ദുബായ് അടക്കമുള്ള UAE-ലെ നഗരങ്ങളിൽ പൂക്കൾക്ക് വലിയ ആവശ്യക്കാരുണ്ട് എന്നും ഇവർ പറയുന്നു. Flowers and anthurium and vanda, symbodium, variety kind of orchid flowers. What is the market you see in UAE? We think this is a very huge market in here because there are lots of hotels. ദുബായ് എക്സ്പോ സെന്ററിൽ 3 ദിവസങ്ങളിലായി നടന്ന കാർഷിക പ്രദർശനത്തിൽ 34 രാജ്യങ്ങളിൽ നിന്നായി 345 പ്രദർശകർ പങ്കെടുത്തു. പൂക്കളും പൂന്തോട്ടങ്ങളും വലിയ കാർഷിക വിളകളും കൃഷിരീതികളും പ്രതിപാദിച്ച സെമിനാറുകളും മേളയുടെ പ്രത്യേകതയായിരുന്നു. ചില മത്സരങ്ങളും മേളയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. ഇതിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് മണവാട്ടിമാർ കയ്യിൽ കരുതുന്ന ബൊക്കേകളുടെ നിർമ്മാണ മത്സരം. ഈ വിഭാഗത്തിൽ മലയാളിയായ ജെന്നി ജോസഫും ഭാര്യ ലിസയും 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ മെയ് മേരിയും മത്സരിക്കാനെത്തി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയവരാണ് ഈ മത്സരത്തിൽ ഇവർക്കൊപ്പം പങ്കെടുത്തത്. ഓർക്കിഡ് പൂക്കൾ കൊണ്ടുള്ള ബൊക്കേകളാണ് മൂവരും ഉണ്ടാക്കിയത്. കോമ്പറ്റീഷന് വരുമ്പോൾ അവർ ക്രിയേറ്റിവിറ്റിയാണ് നോക്കുക, അല്ല സൗകര്യങ്ങളല്ല നോക്കുക. ഭയങ്കര രസമായിരുന്നു. ഈ വർഷം ഒരു 40ഓളം പാർട്ടിസിപ്പൻസ് വന്നായിരുന്നു പല രാജ്യങ്ങളിൽ നിന്ന്. മലയാളിയും ഐ തിങ്ക് ഇന്ത്യൻ ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ദുബായിൽ ജെന്നി ഫ്ലവേഴ്സ് എന്ന പേരിൽ പൂക്കച്ചവടവും പൂന്തോട്ട നിർമ്മാണവുമായി സജീവമാണ് ജെന്നി ജോസഫ്. വെഡിംഗ് ബൊക്കേകൾ കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. പേഴ്സിന്റെ രൂപത്തിലും കയറിൽ പൊതിഞ്ഞും അങ്ങനെ വിവിധ രാജ്യക്കാരുടെ സംസ്കാരവും ആചാരങ്ങളും ഇഴചേർന്ന ആശയങ്ങളിൽ സമ്പുഷ്ടമായിരുന്നു ഈ മത്സരം. യാത്രകളാണ് നമുക്ക് അനുഭവങ്ങൾ സമ്മാനിക്കുന്നത്. നല്ല അനുഭവങ്ങളാണ് നമ്മളെ ജീവിതം പഠിപ്പിക്കുന്നത്. അത്തരം ജീവിതവും അനുഭവവും കാഴ്ചകളും യാത്രകളും ഒത്തിണക്കിയാണ് അറേബ്യൻ സ്റ്റോറീസ് നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. പലരും ഞങ്ങളെ പലപ്പോഴായി സഹായിക്കാറുമുണ്ട്. നിങ്ങൾക്ക് ചുറ്റുമുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കണം. ഉറപ്പായിട്ടും ipet@mbnews.in എന്ന ഇമെയിൽ വിലാസത്തിലോ 0503845132 എന്ന എൻ്റെ മൊബൈൽ നമ്പറിലോ നിങ്ങൾക്ക് വിശേഷങ്ങളും കാഴ്ചകളും വിളിച്ചറിയിക്കാം. അറേബ്യൻ സ്റ്റോറീസിന്റെ മുൻ എപ്പിസോഡുകൾ കാണാൻ www.mathrubhuminews.in സന്ദർശിക്കുക. കൂടുതൽ നല്ല കഴമ്പുള്ള കാഴ്ചകളുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.